പലപ്പോഴും ഈ കല്യാണ വീടുകളിലും അല്ലെങ്കിൽ മാപ്പിള പാട്ടുകൾ ആസ്വദിക്കുന്ന ആ ഒരു സർക്കിളുകളിലും മാത്രം ഹിറ്റായ കുറേ പാട്ടുകൾ ഹിറ്റാക്കുന്നുണ്ട്. ഇപ്പോൾ ഡാപ്സി എന്നുള്ള റാപ്പർ ഹിറ്റാക്കിയിട്ടുണ്ട്, ബേബി ജീൻ കുറേ പാട്ടുകൾ ഹിറ്റാക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഹനാൻ ഷാ അവിടെ വലിയൊരു പ്രതിഭാസമായിട്ട് നിൽക്കുന്നു. ഇവരെയൊക്കെ കാണുന്നുണ്ടോ, ഇവരൊക്കെ മനസ്സിലാക്കുന്നുണ്ടോ? പിന്നെ അനാൻഷയ്ക്ക് നല്ല കുട്ടിയാണ്, നല്ല സ്വഭാവമാണ്. സ്വഭാവം ഏറ്റവും പ്രധാനമല്ലേ. ഞാൻ അങ്ങനെയാണ്. ഞാൻ AVK-യെക്കുറിച്ചും MP ഉമ്മർകുട്ടിയെക്കുറിച്ചും മാപ്പിളപ്പാട്ടിലെ എല്ലാ പാട്ടുകാരുടെ കൂടെയും ഞാൻ ബാലഗായകനായ മുതൽ പാടി, ഒരു കാലം പാടി, എല്ലാവരുടെ കൂടെയും പാടി, ഒരാളുടെ കൂടെയും പാടാൻ ബാക്കിയില്ല. അത് ഞാൻ പ്രത്യേകമായിട്ട് എടുത്ത് പറയാറുണ്ട് രണ്ടുപേരെക്കുറിച്ച്. മറ്റാരും കുറവെന്നല്ല, AV മുഹമ്മദ്, MP ഉമ്മർകുട്ടി. കാരണം ഭയങ്കര മനുഷ്യന്മാരായിരുന്നു. നമ്മളെ SPB അവിടെയാണ് വെക്കുന്നത്, റഫീ സാബിനെ അവിടെയാണ് നമ്മൾ വെക്കുന്നത്, എരിഞ്ഞോളി മൂസക്കയും ഞാൻ അവിടെ വെക്കുന്നത്. അവസാന കാലമൊക്കെ സഹായങ്ങൾ മാത്രമായിരുന്നു. ആദ്യമൊക്കെ അദ്ദേഹത്തിന് ഒരുപാട് ബേർഡൻ ഉണ്ടായിരുന്നു. പെൺമക്കളെ കെട്ടിക്കാനും അറയൊരുക്കാനൊക്കെ ഉള്ള ഒരുപാട് പ്രയാസങ്ങൾ ഞങ്ങൾ നേരിൽ കണ്ടവരാണ്, കൂടെ നിന്നവരാണ് ഞങ്ങളൊക്കെ. പക്ഷേ മൂസക്കയുടെ വേറൊരു സമയം വന്നപ്പോൾ മൂസക്ക അവസാനമൊക്കെ സമൂഹത്തിന് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി എന്ത് ഓർമ്മയില്ല, പ്രശ്നങ്ങളുണ്ടായതൊക്കെ അതൊക്കെ വലിയ സംഗതികൾ. അപ്പോൾ അവിടെയാണ് ശരിക്ക് ആ അർത്ഥത്തിൽ ഈ കുട്ടികളൊക്കെ, ഞാനിവരോടൊക്കെ പറയും, ഇവരൊക്കെ കാണാറും പരിചയമൊക്കെ ഉണ്ട്, അവർക്ക് എന്നെ അറിയാം, നന്നായിട്ടറിയാം. നമ്മുടെ പാട്ടൊക്കെ അവർ ചില സ്ഥലത്തൊക്കെ എടുത്ത് പാടുന്നുണ്ട്, പക്ഷേ ഒരു റീമിക്സ് സ്വഭാവത്തിലാണ് പാടുക എന്നുള്ളൂ. അവരോടൊക്കെ ഞാൻ പറയാറുണ്ട്. പിന്നെ അങ്ങനെ നമുക്ക് അങ്ങനെ പഴഞ്ചനാവാനൊന്നും പറ്റില്ല. അല്ലല്ല. ഹനാൻ ഷാ പ്രതീക്ഷ വെക്കാം ഇനി അങ്ങോട്ടേക്ക് ഒരു ഗായകൻ എന്നുള്ള രീതിയിൽ, മ്യൂസിഷ്യൻ എന്നുള്ള രീതിയിൽ, അങ്ങനെയാണോ മനസ്സിലാക്കുന്നത്? തീർച്ചയായിട്ടും. ഹനാൻ ഷാ നല്ല പാട്ടുകൾ, ഇപ്പോൾ അവൻ്റെ സ്വന്തം പാട്ടുകളല്ലേ അല്ലേ, വേറെ എവിടെയെങ്കിലും വന്ന് ഹിറ്റായ ഒരു പാട്ട് രണ്ടാമതെടുത്ത് പാടുമൊന്നും അല്ലല്ലോ. ഒരു പാട്ടിനെ അവൻ തന്നെ പാടി ഉയർത്തിക്കൊണ്ടുവരല്ലേ. ഈ മാപ്പിളപ്പാട്ടിൻ്റെ ടച്ചുള്ള പാട്ടുകൾ അല്ലെങ്കിൽ സൂഫി ടച്ചുള്ള പാട്ടുകളൊക്കെ പാടാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഒറ്റ ഗോ ടു ഓപ്ഷൻ എന്ന് പറയുന്നത് ഷഹബാസ് അമനാണ് നിലവിൽ ഇപ്പോൾ മലയാളത്തിൽ. ഇപ്പോൾ ഷഹബാസ് അമനെ പോലെ തന്നെ കുറച്ചുകൂടി സിനിമയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നെങ്കിൽ, സിനിമ കിട്ടാൻ വേണ്ടി ക്ഷമയോടുകൂടി കാത്തിരുന്നെങ്കിൽ ആ രീതിയിൽ തന്നെ സെലിബ്രേറ്റ് ആവുകയും ആ രീതിയിൽ തന്നെ സിനിമ കിട്ടുകയും ചെയ്തിരുന്നില്ലേ? അപ്പോൾ കുറച്ചുകൂടി പ്രസിദ്ധിയും കുറച്ചുകൂടി സന്തോഷവും കിട്ടായിരുന്നില്ലേ? അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? വന്ന സിനിമ ഇപ്പം എന്നാ നിങ്ങൾക്ക് സിനിമ കിട്ടിയത്? അങ്ങനെ ഒരു കഥ ഞങ്ങൾ കേട്ടില്ലല്ലോ എന്ന് ഇപ്പോൾ ഞാനിതിലൂടെ പറയുമ്പോൾ ചിലർ വിചാരിക്കും. പക്ഷെ ഞാനത് എവിടെയും പറയാം അധികമൊന്നും മെനക്കെട്ടില്ല. നാരായത്തിലെ ഖൽബിലൊരൊപ്പന പാട്ടുണ്ടോ ഇന്നിപ്പോൾ എൻ്റെ ശബ്ദത്തിൽ നിൽക്കേണ്ട പാട്ടായിരുന്നു. ശശിശങ്കർ എൻ്റെ അടുത്ത് വന്നു. എൻ്റെ ഭാര്യയുടെ ഏട്ടത്തിയുടെ ഭർത്താവ് അസീസ്, അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിരുന്നു. അവരുടെ സുഹൃത്ത് പ്രേമൻ, ചാനലുകളൊക്കെ ആയിട്ട് കോഴിക്കോട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ, LIC-യിലായിരുന്നു. പ്രേമൻ എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. ഇവരെല്ലാം വന്നു. PK ഗോപിയേട്ടൻ എഴുതുന്നു, ജോൺസൺ മാഷ് ഈണം കൊടുക്കുന്നു, ഒരു റഫ് മാത്രം തരാം എന്നൊക്കെ പറഞ്ഞ് പാട്ടിൻ്റെ ട്യൂണ് വരെ ഒരു റഫ് വെറുതെ മൂളി വെച്ചൊരു സാധനം എൻ്റെ കയ്യിലെത്തി. പക്ഷെ അത് എൻ്റെ ഗൾഫിയനായതിന് ശേഷമുള്ള ഫസ്റ്റ് വെക്കേഷനായിരുന്നു. ഇവിടുന്ന് ഈ ഒരു കാലഘട്ടം അങ്ങോട്ട് പോയ ഞാൻ, കുറച്ച് ബേഡനൊക്കെ ഉള്ള ഒരു സമയത്ത് ഈ ഒരു പാട്ട് മോഹിച്ച് ഞാനിവിടെ വീണ്ടും ഒറ്റ കൊല്ലം കൊണ്ട് നിന്ന് പോയാൽ കുടുംബം എന്ത് പറയും, ജനം എന്ത് പറയും? നിന്നില്ല ഞാൻ. ഇന്ന് എൻ്റെ ശബ്ദത്തിൽ പാടിപ്പോകേണ്ട പാട്ടായിരുന്നു. ഖൽബിലൊരൊപ്പന പാട്ടുണ്ടോ, കയ്യിൽ മുന്തിരിച്ചാറുണ്ടോ. MG സാറിൻ്റെ ശബ്ദത്തിലാണ് നമ്മൾ കേട്ടത്, വലിയ ഗായകൻ്റെ ശബ്ദത്തിലാണ് നമ്മൾ കേട്ടത്. ഒന്നവിടെ പോയി. സൂഫി പറഞ്ഞ കഥ, ചിത്ര ചേച്ചിയുടെ കൂടെ ഒരു ഡ്യുവറ്റ്. അത് പിന്നെ ഞാൻ ചില സിനിമ എന്ന് പറയുന്ന ലോകത്തുള്ള ചില പിന്നെ ചെറിയ ഈ മർമറിങ് ഉണ്ടല്ലോ, നമ്മൾ ചെവിയിൽ കേൾക്കും ചെയ്യും, എന്നാൽ കേൾക്കില്ല. അത് കേട്ടപ്പോൾ ഞാൻ ഇറങ്ങിപ്പോന്നതാണ്. ആലുക്കാസ് ടൂറിസ്റ്റ് ഹോമിൽ തൃശ്ശൂർ പോയിട്ട് അവിടുന്ന് അങ്ങനെ ചില കാര്യങ്ങൾ കേട്ടപ്പോൾ ഈ മാപ്പിള അങ്ങനെയാണ് അവർ കേട്ടത്. ഞാൻ ഇങ്ങനെ കേൾക്കുകയാണ്, തപ്പി പറഞ്ഞു. ഈ മാപ്പിളപ്പാട്ടുകാരനെ കൊണ്ടാണ് അപ്പോൾ ഇത് പഠിക്കാൻ പോകുന്നത് എന്നൊരു സാറിൻ്റെ കാതിൽ കേട്ടു. ഞാൻ പോന്നിട്ട് എന്നെ പിന്നെ വിളിക്കുകയാണ് അവിടുന്ന് ഒരാൾ, ഫിറോസ് എവിടെയെന്ന്. ഞാൻ ട്രെയിൻ കയറിയെന്നു. അതായിരുന്നു സൂഫി പറഞ്ഞ കഥയിലെ പാട്ടിൻ്റെ കഥ. ഇപ്പം ഞാൻ ഗുരുവായൂരുകാരുടെ ഒരു പടത്തിൽ ഝാൻസി റാണി എന്നാണ് അവർ ടൈറ്റിൽ ചെയ്ത് രജിസ്റ്റർ ചെയ്തതെന്നൊക്കെ എന്നോട് പറഞ്ഞത് നേരത്തെ. അതിലൊരു പാട്ട് ഞാൻ ചേതനയിൽ പാടി വെച്ചതാണ്. ഇവിടെ ഞാനത് ശരിക്കും ഇപ്പോൾ പാട്ട് മൂളിയാൽ ആദ്യം ഞാൻ ഇവിടെ ആയിരിക്കും പിന്നെ മൂളുന്നത്. പിരിഞ്ഞെത്ര നാളായി എന്നോമലാളിനെ, മറന്നില്ലേ എന്നെ നീ, മറക്കില്ല നിന്നെ ഞാൻ, മരിക്കുവോളം പൊന്നേ മലരിതളേ, മറുപടി കേൾക്കാതെ പോയതല്ലേ എന്നഴകേ. ഇങ്ങനൊരു പാട്ട്.
ഞാൻ ഈ അടുത്ത് ഇത് വരുമെന്ന് എനിക്കൊരു ഉറപ്പില്ല കേട്ടോ. ഈ സിനിമ പെട്ടിയിലായ പോലെയാണ് ശരിക്കും. പാടി വെച്ചിട്ടുണ്ടെന്ന്. പാടിയതൊക്കെ നല്ല അഭിപ്രായമൊക്കെ കിട്ടി, നല്ല രസമുണ്ട്, ഇയാളെ പോലെ ഉണ്ട് അയാളെ പോലെ ഉണ്ടെന്നൊക്കെ ചിലരൊക്കെ പറഞ്ഞു. ആരെയെന്നൊന്നും ഞാൻ പറയുന്നില്ല, അങ്ങനെ പാടി വെച്ചിട്ടുണ്ട് ഒരു പാട്ട്. ദാസേട്ടനെ പോലെ ഉണ്ടെന്ന് പറയാറുണ്ടോ ആളുകൾ? ദാസേട്ടനെ പോലെ ഉണ്ടെന്ന് പറയാ? അല്ലല്ല, നമ്മളെ ശബ്ദത്തിന് ചില ടച്ച് ഉണ്ടല്ലോ. അയ്യോ ദാസേട്ടനെ പോലെ, ദാസേട്ടനെ പോലെ ഉണ്ടെന്നൊന്നും പറയണ്ട. ദാസേട്ടൻ്റെ അപ്രീസിയേഷൻ കിട്ടിയതൊക്കെ തന്നെ നമുക്ക് ഏറ്റവും വലിയ കാര്യം. അനുരാഗിണി പാടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ, പിന്നണി ഗായകർക്കെല്ലാം വായിച്ചു എന്ന് പറഞ്ഞല്ലോ, അതാണ് എൻ്റെ ഗൾഫിലെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. അനുരാഗിണി പാടിയിട്ട് അവസാനത്തെ അനുരാഗിണിക്ക് 2 പ്രാവശ്യം പാടുമ്പോൾ, വിജയുടെ പ്രോഗ്രാമാണ് ദാസേട്ടൻ ഗസ്റ്റ് വന്നത്. അപ്പോൾ ദാസേട്ടനെ ആളുകൾ നിർബന്ധിച്ചപ്പോൾ ദാസേട്ടൻ സ്റ്റേജിൽ കയറിയിട്ട് അങ്ങനെയൊന്നും പാടില്ലല്ലോ, ആരാപ്പത് ചില്ലറക്കാരനാണോ അത്. ദാസേട്ടൻ പാടാൻ സമ്മതിച്ചു. മക്കളെ ഏതാ അറിയാമെന്ന് ചോദിച്ചു. പെട്ടെന്ന് ഞങ്ങളാകെ പതറിപ്പോയി. ഞങ്ങൾ 7 പീസ് ഓർക്കസ്ട്രയാണ്, ഒറ്റ തബലയാണ്. ദാസേട്ടാ അനുരാഗിണി ലിസ്റ്റിലുണ്ട്. അത് വിജയ് കിട്ടിയ പാട്ടല്ലേ, ഞാൻ പാടാമെന്നോ. ദാസേട്ടൻ പാടുകയാണ്. ചെറിയ ഫംഗ്ഷനാണ്, ക്ഷണിക്കപ്പെട്ട സദസ്സ. അപ്പോൾ ഞാൻ അവസാനം 2 അനുരാഗിണി പാടിയപ്പോൾ ഞാൻ രണ്ടാമത്തെ അനുരാഗിണിക്ക് ഒരു ഡബിൾ വായിച്ചു. രണ്ടാമത്തെ അനുരാഗിണിക്ക് ശരിക്കും അനുരാഗിണി ഇതാ എന്തേ ഉള്ളൂ. ഞാനത് അനുരാഗിണി ഇതാ എൻ കരളിൽ വിരിഞ്ഞ അങ്ങനെ സാധനം വായിച്ചു. ഡബിള് ഗസലിൽ വായിക്കുന്നവർ. ദാസേട്ടൻ എന്നെ നോക്കുന്നുണ്ട്, പാടുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞു. ഭക്ഷണം കഴിച്ചത് ഞങ്ങൾ ഒന്നിച്ചാണ്, ഓർക്കസ്ട്രയുടെ കൂടെ അദ്ദേഹം ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഫ്ലൂട്ട് വായിക്കുന്ന ഹരി, ഇപ്പോൾ ടോപ്പ് സിംഗറിൽ വായിക്കുന്നത് ഹരി എന്നോട് പറഞ്ഞു, മോനെ എല്ലാവരും നോട്ട് ചെയ്തു, അത് കിട്ടിട്ട് ഉറങ്ങുന്നതല്ല, നോക്കുന്നുണ്ട് തന്നെ എന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്ത് കിട്ടിയാലും ദാസേട്ടൻ്റെ ഇരുന്നല്ലേ ചോദിച്ചെന്തായാലും ദാസേട്ടൻ അത് ഓർത്ത് ചോദിച്ചു പോയി. വല്ല കാര്യമുണ്ടോ, എത്ര തബലിസ്റ്റുകളെ കണ്ട മനുഷ്യനാ അല്ലേ. ദാസേട്ടൻ എന്നോട്, മോനെ ഫിറോസ്, അനുരാഗിണിയിലെ അവസാനം പാടുമ്പോൾ രണ്ടാമത് ഡബിൾ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ദാസേട്ടാ അതൊരു മനോധർമ്മം പോലെ അങ്ങ് പെട്ടെന്ന്, സിംഗിൾ തബലയല്ലേ, ക്ലാഷ് വരില്ലല്ലോ, തോന്നിയപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു ഗസൽ പോലെ, നല്ലൊരു അങ്ങനത്തെ ഒരു ഗസൽ ടൈപ്പ് പാട്ടല്ലേ അത്. ജോൺസൺ അങ്ങനെ വായിപ്പിക്കായിരുന്നല്ലേ എന്ന്. ജോൺസണ് അങ്ങനെ വായിപ്പിക്കായിരുന്നു അല്ലേ എന്ന് ദാസേട്ടൻ. മതി എനിക്ക് ഗിന്നസ്, വേറെ എൻ്റെ അലമാറയിൽ അവാർഡൊന്നും വേണ്ട, ഗിന്നസ് ഇതാ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡ്. അങ്ങനെ ഒരു ഇംപ്രവൈസേഷൻ ലൈവായിട്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ? ഭയങ്കര സംഗതി. ജാനകിയമ്മ ചെലങ്ക കെട്ടി വായിച്ചപ്പോൾ പറയാൻ കഴിയില്ല നമുക്ക്. ഇപ്പം അതിൻ്റെ സ്മരണകളൊക്കെ നടക്കല്ലേ. അത് പിന്നെ കരച്ചിൽ തന്നെ. ബാബുക്ക എന്ന് പറഞ്ഞാൽ കരയും. വേറെ ആരെക്കുറിച്ച് പറഞ്ഞാൽ അത്ര നെർവസ് ആവുന്നില്ല അവർ, അത്ര സെൻറ്റിമെൻ്റലാവുന്നു. ബാബുക്ക എന്ന് പറഞ്ഞാൽ കരയുക, ശരിക്കും കരയുക. പിന്നെ നമ്മുടെ സൂര്യകാന്തി പറയുമ്പോൾ കരയുക, താമരക്കുമ്പിളല്ലോ പറയുമ്പോൾ കരയുക, ഒരു കൊച്ചു സ്വപ്നത്തിന്. ഞാൻ ചെലങ്ക കയ്യിൽ ഇവിടെ കെട്ടിയിട്ട് സ്വർണ്ണവളകളിട്ട കൈകളാൽക്ക് വായിച്ചു കൊടുത്തു. അതിപ്പോൾ സ്വർണ്ണവളകളിട്ട കൈകളെന്ന് പറയുമ്പോൾ ചെലങ്ക ഇങ്ങനെ കിലുങ്ങും തബല വായിക്കുമ്പോൾ. അങ്ങനെയാണ് പണ്ട് ഭൈരവൻ എന്ന് പറയുന്ന തബലിസ്റ്റ് വായിച്ചിരുന്നത്, ബാബുക്കയുടെ പ്രിയപ്പെട്ടത്. അപ്പോൾ ഇതിങ്ങനെ പകുതി റിഹേഴ്സലായപ്പോൾ ഈ ചെലങ്ക ഇങ്ങനെ റിഹേഴ്സലിൽ മൈക്ക് വെച്ചിട്ടാവും. ഭയങ്കര ഫീൽ ചെയ്തു അവർക്ക്. ആ പാട്ട് പകുതിയിൽ നിർത്തി. എന്നിട്ട് പറഞ്ഞു, യു പ്ലേ ലൈക്ക് ഭൈരവൻ. അത് തമിഴിലും ഇംഗ്ലീഷും എല്ലാം കൂടെ പറഞ്ഞിട്ട് ഞങ്ങൾ ചേർത്ത് പിടിച്ചു അവിടെ നിന്ന് എണീറ്റ് വന്നിട്ട്. നല്ല ഭംഗിയുണ്ട് അത് കേൾക്കാൻ. ഈ അന്ന് ചെന്നൈയിൽ കേട്ടൊരു ഓർമ്മ എന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്തോ ആയിപ്പോയി. എനിക്കത്, ഞാൻ കണ്ണ് നിറഞ്ഞ് കരഞ്ഞ അമ്മ എന്നൊക്കെ പറഞ്ഞ് കാലിലൊക്കെ വീണ് എന്തൊക്കെയോ സീനായിപ്പോയി അത്. അപ്പോൾ മറ്റേ ആർട്ടിസ്റ്റുകളൊക്കെ പറഞ്ഞു, ഫിറോസ് ഇതിലും വലിയൊരു പ്രശംസ കിട്ടാണ്ടോ എനിക്കെന്ന് പറഞ്ഞു. പിന്നെ ഈ ഭൈരവനെക്കുറിച്ചും ഇവരെക്കുറിച്ചൊക്കെ ഒരുപാട് പറഞ്ഞു തന്നു. ഒന്നും മറക്കില്ല. എല്ലാവർക്കും വായിക്കാൻ കഴിഞ്ഞു കേട്ടോ. ദുബായിൽ ഞാൻ ഇവിടെ 12 വർഷം എനിക്കൊരു വാക്വം വന്നെങ്കിൽ പോലും അവിടെ ഞാൻ പാട്ടുകാരനല്ലെങ്കിലും OP നയ്യാർക്ക് വായിച്ചതൊക്കെ എങ്ങനെ മറക്കും. അനുരാധ പൊതുവാളിന് വായിച്ചു. അവരെ നോക്കാതിരുന്നാൽ ലതാജി അവിടെ നിൽക്കുന്നു, അവരെ നോക്കിയാൽ അനുരാധ പൊതുവാൾ. അവരെങ്ങനെ നോക്കാതെ വായിച്ചാൽ ലതാജി പാടുന്നു.